ഹലോ, ഐ എം ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് മെലാറ്റോ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത് ഞാൻ ഡെന്റിസ്ട്രിയുടെ ഒരു പുതിയ വേർഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് പല്ല് നിലനിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, അതിനെ സംബന്ധിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വീഡിയോ കാണാൻ എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbraasdentalclinic.com. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നമുക്ക് കാലാവസ്ഥ ഓരോ ഏരിയക്കനുസരിച്ച് വ്യതിയാനം സംഭവിക്കുന്നു. ഭൂപ്രകൃതിക്കനുസരിച്ച് ഓരോ രാജ്യത്തും ഉള്ള കൃഷിയുടെ, വ്യവസായത്തിൻ്റെ രൂപങ്ങൾക്ക് മാറ്റം വരുത്തുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല? ഇപ്പൊ ഉദാഹരണത്തിന്, ചൈനയിൽ ജനിച്ച ഒരാൾക്ക്, നിങ്ങൾക്കറിയാലോ ചൈനക്കാരുടെ, അതേപോലെ ഇന്തോനേഷ്യ, ഇവിടുത്തെ ആളുകളുടെ ബിൽറ്റ് നിങ്ങൾക്കൊക്കെ അറിയാലോ, അവരുടെ ശാരീരിക പ്രകൃതികൾ നിങ്ങൾക്കറിയാം. ഒരു യൂറോപ്യൻ അപേക്ഷിച്ച്, ഒരു ഇന്ത്യൻ അപേക്ഷിച്ച് അവരുടെ സൈസ് അവരുടെ കുറവാണ്. പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം അവരുടേതായ നമ്മളുടേതായ എല്ലാ BP, ഷുഗർ, ഹാർട്ട് ബീറ്റ് എന്നുപോലത്തെ നമ്മുടെ വൈറ്റൽ സൈൻസ് എല്ലാം, അതിനെല്ലാം നമ്മളൊരു നോർമൽ റേഞ്ച് നൽകുന്നു. വൈ ഇറ്റ് ഹാപ്പൻഡ്? ബിൽഡിനെ അപേക്ഷിച്ച്, ശരീരത്തിന്റെ വലിപ്പത്തിനപേക്ഷിച്ച്, ബിൽഡിനപേക്ഷിച്ച് ഇതെല്ലാം വ്യത്യാസം വരില്ലേ? ഐ എം കം ടു ഡെന്റിസ്ട്രി, ഡെന്റൽ ഫീൽഡിലോട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെന്റൽ കംപ്ലൈന്റ് ആണോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെങ്കിൽ നമ്മൾ നോർത്തേൺ ഏരിയകളായ മഹാരാഷ്ട്രയിൽ, പഞ്ചാബിൽ, ഇവിടെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ സൗത്ത് ഏരിയയിലായ സൗത്ത് ഇന്ത്യയിലുള്ള കംപ്ലൈന്റ് ആണോ? അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിന് എങ്ങനെ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം എന്ന റിസർച്ചിലോട്ടാണ് ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓരോ ആളുകളുടെ ബിൽഡ്, ശാരീരിക പ്രകൃതി, നമ്മളെ അന്തരീക്ഷം, നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥ, ഭൂപ്രകൃതി, നമ്മളുടെ ലൈഫ് സ്പാൻ, ഇതിനെല്ലാം പാരലലായിട്ട് നമ്മൾ ഡെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണ്. അതെല്ലാം ഡെന്റൽ ഹെൽത്തിനോട് ബന്ധപ്പെട്ടുന്നു. അപ്പൊ ഞാൻ നിങ്ങളിൽ മുന്നിലോട്ട് വെക്കുന്നത് ഒരു കോംപ്രഹെൻസീവ് ഡെന്റൽ ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ് കോംപ്രഹെൻസീവ് ഡെന്റൽ ട്രീറ്റ്മെന്റ് പ്ലാൻ? ഒരാളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ടൈം ആയതുകൊണ്ട് തന്നെ, അവരുടെ ലൈഫ് ആയതുകൊണ്ട് തന്നെ, അവരുടെ ലൈഫിന്റെ സമയമായതുകൊണ്ട് തന്നെ, ഒരു വ്യക്തിയുടെ ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് ഞാൻ നിങ്ങളെ മുന്നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന, നമ്മളെല്ലാവരും ചെയ്യുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്താണ്? കംപ്ലൈന്റിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, ഒരിക്കലും ഹെൽത്തിനല്ല. അപ്പോ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ പല്ലിന് കംപ്ലൈന്റ് ഇല്ലാത്ത, നമ്മൾ ഡെന്റൽ ആർച്ചിന് കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു രൂപത്തിൽ നമ്മൾ പല്ല് സെറ്റ് ചെയ്യുക, പല്ലിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് നോർമൽ മാസ്റ്റിഗേറ്ററി ഫോഴ്സ്, സാധാരണ നമ്മൾ ചവക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ്, അതിന് നമ്മൾ മസിൽസിൽ ഉപയോഗിക്കുന്ന കോൺട്രാക്റ്റീവ് ആൻഡ് റിലാക്സേറ്റീവ് ഫോഴ്സ്, ഈ മൂവ്മെന്റിന്റെ മസിൽ ടോൺ
ഏതിലോട്ട് ഈക്വൽ ആവണം? നമ്മൾ ഡെന്റൽ ഒക്ലൂഷനിലോട്ട് ഈക്വൽ ആവണം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിളായ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം, നിങ്ങളെ മുന്നേ അവതരിച്ചു തരാം. നിങ്ങൾക്ക് ശ്രമിക്കാവുന്നുള്ളൂ. ഒരു ഭാഗത്ത് മാത്രം ഹിഞ്ച് അറ്റാച്ച് ഇരിക്കുന്ന ഒരു സിംഗിൾ ഡോർ. ആ ഡോറിൽ നമ്മൾ ഹിഞ്ചിനോടുകൂടെ ഏറ്റവും ചേർത്ത് നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ വിരൽ കുടുങ്ങുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ വേദന അനുഭവപ്പെടും. വൈ ഇറ്റ്സ് ഹാപ്പൻഡ്? കാരണം ഹിഞ്ചിനോട് ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഫൾക്രത്തിനോട് ബന്ധപ്പെട്ട ഏരിയകളാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹിഞ്ച് ഏതാണ്? ദാറ്റ് ഈസ് അവർ TMJ. നമ്മൾ ടെമ്പറൽ മാൻഡിബുലർ ജോയിന്റ് ആണ് നമ്മുടെ ഹിഞ്ച്. അപ്പൊ ആ ഹിഞ്ചിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തുണ്ടാവുന്ന ഫോഴ്സ്, ഇറ്റ് ഈസ് മോർ. ദിസ് ഫോഴ്സ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ആന്റീരിയർ and the occlusion should be, the contact should be uniform from posterior to anteriors, and we should reduce the force occlusally. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒക്ലൂസൽ ഫോഴ്സ് കൊണ്ട് പല്ലുകൾ നഷ്ടപ്പെടാത്ത ഒരു രൂപത്തിൽ നമ്മൾ പല്ല് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് വി ഹാവ് ടു ഗോ എ പെർമനന്റ് സൊല്യൂഷൻ. ഈ പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് വി നീഡ് എ കംപ്ലീറ്റ് കേസ് പ്രസന്റേഷൻ. ഫുൾ കേസ് ഹിസ്റ്ററി നമുക്ക് എടുക്കണം. ആ കേസ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം അടുത്ത 10-15 വർഷത്തിന് ആ പല്ലിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം നമുക്ക് ഫോർസീൻ കാണാൻ സാധിക്കണം, മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കണം. അങ്ങനെ മുൻകൂട്ടി പ്രവചിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ദ പേഷ്യന്റ് ഡോണ്ട് ഹാവ് എനി ഡെന്റൽ പ്രോബ്ലം ഇൻ ടു 10 to 15 years. 10-15 വർഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സാധാരണ ലൈഫ് സ്പാൻ ഒരു 80 വയസ്സ് 90 വയസ്സാണെന്നൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഹി നീഡ് നോട്ട് ഗോ ടു ഡെന്റൽ ക്ലിനിക് ഫർദർ മോർ. 20 വയസ്സിന് ശേഷം 1 തവണയോ 2 തവണയോ ഡെന്റൽ ക്ലിനിക്കിൽ പോയി അത് ആ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ്, ആ ട്രീറ്റ്മെന്റ് അവൻ എന്ത് തന്നെ എടുത്താലും അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അവന്റെ ലൈഫ് ലോങ് അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ പല്ലുകൾ ഉപയോഗിച്ച് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റും, അവന് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ അവന് ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം അവന് ലാഭിക്കാൻ പറ്റും. വി കനോട്ട് ക്രിയേറ്റ് ടൈം, we can create money, we can create a building, anything we can create as our own risk, by our own energy. Once a time will lose, it's lost permanently. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് 100 വർഷം ശേഷം സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോ ജീവിതകാലം പല്ലുകൾ നഷ്ടപ്പെടാതെ നിലനിർത്താൻ പറ്റാവുന്ന ഒരു കാര്യം, അത് എങ്ങനെ ഡിസൈൻ ചെയ്ത് നടപ്പാക്കുമെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഇൻഫർമേഷന് എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. aliarimbrasdentalclinic.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക. കൂടുതൽ ഇത് സംബന്ധമായ അറിവുകൾ, എൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം. കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വി ക്യാൻ ഷെയർ ദ നോളജ് ഈച്ച് അതർ. താങ്ക് യു ആൾ.